ശ്രീനാഥ്, ഇപ്പോഴവിടെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നു എന്നാണ് ശ്രീനാഥ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എയർ ഇന്ത്യ സാങ്കേതിക വിദഗ്ധരടങ്ങിയ സംഘത്തെ പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്ന് അറിയിച്ചിരുന്നു. അവരുടെ പരിശോധനയായിരിക്കും നടക്കുന്നത് എന്നാണ് കരുതുന്നത്. മറ്റൊന്ന്, ഈ ബോയിങ് കമ്പനിയും ഇതിലൊരു അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു വിദഗ്ധ സംഘത്തെ, ഒരു ടീമിനെ ഇങ്ങോട്ട് അയച്ച ഇത്തരം ഒരു അപകടത്തിൻ്റെ സാധ്യത അത് എന്തായിരുന്നു എന്നും അത് ഒഴിവാക്കാൻ വേണ്ട തുടർ നടപടികളെ പറ്റി ഒരു റിപ്പോർട്ട് നൽകുമെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ, അതിൻ്റെ മറ്റു വിവരങ്ങൾ, ഈ അന്വേഷണം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ്? വിജയകുമാർ, ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ രണ്ടു സംഘങ്ങളുടെ പരിശോധനകളാണ് നടക്കുന്നത്. ഒപ്പം നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളിൽ നേരിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് എയർ ഇന്ത്യയുടെ ഒരു സംഘം ഇവിടെ പരിശോധന നടത്തുന്നു. അതെന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ബോക്സിന് വേണ്ടി എന്ന് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. രണ്ടാമതൊരു സംഘം ഈ എംബസിയിൽ നിന്നുള്ളതാണ്. നേരത്തെ ബ്രിട്ടീഷ് എംബസി ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അവർക്കൊപ്പം തന്നെ മറ്റൊരു വാഹനത്തിൽ എത്തിയത് അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ എംബസി ഉദ്യോഗസ്ഥരും ഈ മേഖലയിൽ തന്നെ ഇപ്പോഴുണ്ട്. അവരും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവർ കൂടി എത്തിയതോടെയാണ് ഇപ്പോൾ കൂടുതൽ ഈ ഒരു സുരക്ഷ ഇവിടെ വർദ്ധിപ്പിക്കുകയും പരമാവധി ആളുകളൊക്കെ പരമാവധി ദൂരേക്ക് മാറ്റി നിർത്തുകയും ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ ഈ ദുരന്ത മേഖലയെ മാറ്റുകയും ചെയ്തത്. അതുകൊണ്ട് ആ തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാവുന്നു. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാനും അവിടെയുള്ള കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനും വേണ്ടി കഴിയുകയും ചെയ്യും. ഈ അപകടം നടന്ന മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ് എന്നതുകൂടി ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ആ ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ പുറകിൽ ഈ കുതിരകളെയും മറ്റും ഓടിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന് ശേഷമാണ് ഈ കെട്ടിടങ്ങൾ വരുന്നത്. ഇതൊക്കെ തന്നെ ഈ BJ മെഡിക്കൽ കോളേജ്, അതായത് സിവിൽ ആശുപത്രിയുടെ ഭാഗമായുള്ള മെഡിക്കൽ കോളേജിൻ്റെ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഇടമാണ്. അതിൻ്റെ ഹോസ്റ്റൽ മുറിയിലേക്കാണ് ആദ്യം ഈ വിമാനം വന്ന് പതിക്കുന്നത്. അവിടെ ഇപ്പോഴും തീനാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് വിമാനത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളത്. പിന്നീട് ബാക്കി ഇങ്ങോട്ട് ഭാഗങ്ങൾ. അതുകൊണ്ട് ഇവിടെ ഈ കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങളുള്ള ഒരു 4-5 കെട്ടിടങ്ങളുള്ള ഒരു ഇടത്തൊക്കെയാണ് ഈ വിമാനം വന്ന് വീണത്. പിന്നീട് ഈ മുന്നോട്ട് പോകുമ്പോൾ അവിടെയും വലിയ ജനവാസമില്ല. അതുകൊണ്ട് ഒരു വലിയ ആളഭയം, അതായത് വിമാനം തകർന്ന് വീണതിന് ശേഷം ഉണ്ടാവാമായിരുന്ന ഇവിടെയുള്ള സാധാരണക്കാർക്ക് വരാൻ പറ്റുമായിരുന്ന അപായം ഒരു പരിധി വരെ അത് കുറഞ്ഞു. അത് ഇതിലധികം പോകുമായിരുന്നു. ഇതിലധികം ജനനിബിഡമായ ഒരു മേഖലയിലേക്കായിരുന്നു വന്ന് പതിച്ചതെങ്കിൽ. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. ഒരു ഗ്രൗണ്ടാണ്, വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രൗണ്ടാണ്. അതിനുശേഷമാണ് ഈ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഉള്ളത്. ആ കെട്ടിടത്തിന് മുകളിലേക്കാണ് വന്ന് പതിക്കുന്നത്. ആദ്യം ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മെസ്സും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കെട്ടിടത്തിന് മുകളിലേക്കാണ് ആദ്യ ഭാഗങ്ങൾ വന്ന് പതിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു വേഗം കൊണ്ട് അവിടെയും നിൽക്കാതെ മുന്നോട്ട് വന്ന് പതിക്കുകയും ചെയ്യുന്നു. ഇവിടെ വലിയ ഉഗ്ര സ്ഫോടനത്തോടെ വിമാനം പൊട്ടിത്തെറിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായി തന്നെ വിമാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ കത്തിയമർന്നിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. മരങ്ങളൊക്കെ തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നു. കെട്ടിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ AC അടക്കമുള്ള പുറത്തേക്കുള്ള AC-യുടെ ഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി കത്തി അമർന്നിട്ടുണ്ട്. ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ചുമരുകൾ ആകെ കരി പുരണ്ട അവസ്ഥയിലാണ് ഉള്ളത്. ഒരു വലിയൊരു യുദ്ധഭൂമിയിലൊക്കെ വന്നു പെട്ടാലുള്ള ഒരു അവസ്ഥ എന്താണോ അതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയൊരു ദുരന്തം നടന്ന മേഖലയാണ്. അവിടെ നമ്മൾ കാണുമെന്ന് നമുക്ക് തോന്നിയ കാഴ്ചകൾ തന്നെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ മേഖല ഇതാകെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ ആരെങ്കിലും പരിക്കുകളോടെയും മറ്റും രക്ഷിക്കാനുള്ള രക്ഷാദൗത്യമൊന്നും തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നില്ല. എയർ ഇന്ത്യയുടെ മറ്റും ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അവർക്ക് പോലീസും NDRF-ഉം ഒക്കെ സഹായം ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവർ നടത്തുന്ന പരിശോധന ബ്ലാക്ക് ബോക്സിന് വേണ്ടിയാണ് എന്നതാണ് പോലീസ് നമ്മളോട് പറയുന്നത്. ആ തരത്തിൽ ഒരു പരിശോധന അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എംബസി, വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ ബ്രിട്ടീഷ് എംബസിയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അമേരിക്കൻ എംബസിയുടെ ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഈ സാഹചര്യം എന്താണ് എന്നതിനെ വിലയിരുത്തുന്നു. കാരണം അവർക്കും അവരവരുടെ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു ആഭ്യന്തരമായ ഒരു അപകടം, ദുരന്തമായി മാത്രമല്ല ലോകം കാണുന്നത്. വലിയ വിമാന ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരടക്കം ഉൾപ്പെടുമ്പോൾ, വിദേശങ്ങളിലേക്ക് പറക്കുന്ന വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അതൊരു ആഗോളതലത്തിലുള്ള ഒരു ദുരന്തമായി തന്നെ അതിനെ കാണുകയും ചെയ്യും. അതാണ് സാധാരണയുള്ള ഒരു രീതി. അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ അന്വേഷണത്തിന് അവരുടെ ഒരു പങ്ക് കൂടി ഉറപ്പാക്കുന്നതും അതിൽ അവർ കൂടി ഇടപെടും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന വലിയ കളങ്കമുണ്ട്. അവരുടെ വിശ്വാസ്യത നശിപ്പിക്കുന്ന
ഒരു സംഭവം കൂടിയാണ്. ഈ തരത്തിൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറായ അത് നിർമ്മിച്ച വിമാന കമ്പനികൾക്ക് ഉണ്ടാക്കുന്ന പേരുദോഷം അത് വലുതാണ്. അതുകൊണ്ട് ബോയിങ് കൂടി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കും. ഇതേതെങ്കിലും ഒരു പുതിയ വിമാനമല്ല ബോയിങ് എയർ ഇന്ത്യക്ക് നൽകിയത്, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ഭാഗമായതിനു ശേഷം നിരവധി വർഷങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു അപകടത്തിൽ പെടുന്നത്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയേണ്ടത് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൂടിയും അത് പ്രധാനമാണ്. അതുകൊണ്ട് അവർ കൂടി ആ ഒരു അന്വേഷണം അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ഏതായാലും ഈ അന്വേഷണങ്ങൾ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ബോയിങ് കമ്പനിയുടെ ഓഹരി മൂല്യത്തിലൊക്കെ വലിയ ഇടിവുണ്ടായി എന്ന് അന്താരാഷ്ട്ര ഓഹരി വിപണികളിൽ നിന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ അപകടത്തിൽപ്പെടില്ല. അത് സാങ്കേതിക തികവാർന്ന അപകടങ്ങളിൽ പെടാത്ത തരത്തിലുള്ള വിമാനങ്ങളാണ് എന്നതായിരുന്നു അവരുടെ അവകാശവാദം. ആ അവകാശവാദം കൂടി ഇപ്പോൾ എന്താണ് അതിന് മങ്ങലേൽക്കുന്നതാണ് ഈ എയർ ഇന്ത്യ അപകടം. അതുകൊണ്ട് അവരുടെ ഓഹരി വിപണി മൂല്യത്തിലൊക്കെ വലിയ ഇടിവുണ്ടായി എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ആ കമ്പനി അവരുടേതായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉറപ്പായും നടത്തുമല്ലേ? തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. കാരണം ബോയിങ് യഥാർത്ഥത്തിൽ ആദ്യമായല്ല, സമീപകാലത്ത് ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഹരി മൂല്യം ഇടിയുന്നത് മാത്രമല്ല, വിമാന കമ്പനികൾ ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ വാങ്ങാൻ മടിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ വിമാന കമ്പനികൾ ബോയിങ്ങിൻ്റെ വലിയ വിമാനങ്ങൾ വാങ്ങിക്കാൻ മടിക്കുന്ന ഒരു കാലമാണ്. എയർബസ് കൂടുതൽ ഈ ചെറിയ വിമാനങ്ങൾ വിൽപ്പന നടത്തുകയും ബോയിങ്ങിന് മുകളിലേക്ക് അവർക്ക് വളരാൻ കഴിയുന്ന ഒരു സമയവുമാണ്. അതുകൊണ്ട് എയർബസും ബോയിങ്ങും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന സമയത്താണ് ബോയിങ് വിമാനങ്ങൾ കൂടി തകരുന്നത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ. അതുകൊണ്ട് ആ പ്രത്യാഘാതങ്ങൾ കൂടി ബോയിങ് ഇനി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനൊരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ, വിമാനാപകടങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ തന്നെയാണ് ആദ്യമായി ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുക. ചോദ്യങ്ങൾ ആദ്യം ഉയരുകയും അവർക്ക് നേരെ തന്നെയാകും. എൻജിൻ ഫെയിലിയറും മറ്റുമാണെങ്കിൽ അതിന് അവർ തന്നെയാണ് മറുപടി പറയേണ്ടിയും വരിക. സാധാരണഗതിയിൽ അതാണ് അങ്ങനെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി. അതുകൊണ്ട് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവരുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഏതെങ്കിലും പിഴവ് വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ അത് അവരുടെ വിശ്വാസ്യത, അവരുടെ വിമാനങ്ങളിൽ ഉണ്ടാക്കാവുന്ന വിശ്വാസ്യത തകർക്കും. അത് അന്താരാഷ്ട്ര തലത്തിൽ വിമാന കമ്പനികൾ ബോയിങ് വിമാനങ്ങൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയും. നമുക്കറിയാം, വിമാനം ഉണ്ടാക്കുന്ന കമ്പനികൾ പോലും, ബോയിങ് അടക്കമുള്ള കമ്പനികൾ പോലും സാമ്പത്തികമായി വലിയൊരു നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാലത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ വിമാന കമ്പനികൾ, ഇൻഡിഗോ ഒഴികെയുള്ള വിമാന കമ്പനികൾ നഷ്ടക്കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത് പോലെ തന്നെയാണ് വിമാന നിർമ്മാതാക്കളായ കമ്പനികളും സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുന്നത്. പ്രധാനപ്പെട്ട രണ്ട് വിമാന കമ്പനികളാണ്, ബോയിങ്ങും എയർബസുമാണ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ സമീപകാലത്ത് വലിയ വിമാനങ്ങളോട് വിമാന കമ്പനികൾക്ക് ഒരു മടിയുള്ളതുപോലെ ആണ് നമ്മൾ അതിൻ്റെ പർച്ചേസ് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബോയിങ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. എയർബസ് വിമാനങ്ങൾ കൂടുതലായി വിമാന കമ്പനികൾ ഓർഡർ ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ തകരുന്നത്, വിമാനം മറ്റൊരു അപകടത്തിൽ പെട്ടത് എന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധി കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇതിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയും അവരുടെ ഒരു പ്രതിസന്ധി കാലത്തെ ഒരു രക്ഷാദൗത്യം കൂടിയായി മാറുകയാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു അന്വേഷണം അവരും നടത്തും. പക്ഷേ എന്നാൽ പോലും ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നമുക്ക് ഉണ്ടാകേണ്ടതുമാണ്. 1996 അന്ന് രണ്ട് വിമാനങ്ങൾ, സൗദി എയർലൈൻസും ഉസ്ബെക്കിസ്ഥാൻ വിമാനവുമാണെന്ന് എൻ്റെ ഓർമ്മ. ആ രണ്ട് വിമാനങ്ങൾ നേർക്കുനേർ വന്ന് കൂട്ടിയിടിച്ച സംഭവം 96 അപകടം. അന്ന് ഏതാണ്ട് 350-ലേറെ പേർ മരിച്ചു. അന്ന് നമ്മൾ പഠിച്ച പാഠമാണ് പിന്നീട് ATCയിലൊക്കെ വന്ന പരിഷ്കാരങ്ങൾ, ഈ കമ്മ്യൂണിക്കേഷനിൽ വന്ന പാകപ്പിഴകളൊക്കെ പരിഹരിച്ച് പിന്നീട് ആ തരത്തിലൊരു അപകടം ഇന്ത്യയിൽ ഉണ്ടാവാതിരുന്നത് അന്ന് ആ അപകടത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠമാണ്. ആ കാലത്ത് നമ്മൾ ആ ഒരു പാഠം പഠിച്ചെങ്കിൽ അതുപോലെ മറ്റ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന് കണ്ടെത്തുക അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ നിർണായകമാകുന്നത്. അവസാന നിമിഷങ്ങളിൽ കോക്പിറ്റിൽ നടന്ന സംസാരം എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകും. ഈ സൗണ്ട് റെക്കോർഡർ അടക്കമുള്ള സംവിധാനങ്ങൾ അടങ്ങുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന സംവിധാനം. അതിൽ നിന്ന് ശാസ്ത്രീയമായി വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർ തമ്മിലുള്ള സംസാരം, വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ്, വിമാനത്തിൻ്റെ വേഗം, അതിൻ്റെ മറ്റു സാങ്കേതികമായ വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം എവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയാണ് തകരാർ പറ്റിയത് എന്ന
എന്ന കാര്യത്തിൽ നമുക്കൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പലതരം സാധ്യതകളാണ്. ഒരുപക്ഷെ വിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറുകൾ കാര്യമായി പ്രവർത്തിച്ചിരിക്കില്ല, മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്നതൊക്കെ സാധ്യത. ശരിയാണ് ശ്രീനാഥ്, നമുക്ക് സാങ്കേതിക തകരാർ എന്ന ഒരൊറ്റ വാചകത്തിൽ മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയൂ. അത് വിദഗ്ധർ പരിശോധിച്ച് അവരുടെ വൈദഗ്ധ്യത്തിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്, രാജ്യത്തോട് പറയേണ്ടത്. അവർ അത് പറയുമായിരിക്കും. നമുക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് ഒരു അനുമാനം, വിദഗ്ധരൊക്കെ പറയുന്നത് പോലെ ഒരു അനുമാനം എന്ന നിലയിൽ മാത്രമേ പറയാൻ കഴിയൂ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വളരെ വിശദമായ സമഗ്രമായ പരിശോധന, അന്വേഷണം ആവശ്യമാണ്. വിവിധ ഏജൻസികൾ ആ അന്വേഷണത്തിന് ഒരുങ്ങുന്നുണ്ട്. അവരുടെ കണ്ടെത്തൽ വൈകാതെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.